മകളെ നമ്മുടെ കേരളയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറേ ആയിട്ട് ഓൾ ഇന്ത്യയുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കേരളം എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയി എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാർക്കൊക്കെ c.kerala.gov.in അപ്ലോഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ മാർക്കൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. റിസൾട്ട് വന്നു. JPCന് ഇത് ഏറ്റവും വലിയ സന്തോഷ മൊമെൻ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, JPCയിൽ നമുക്ക് 7th റാങ്ക് ആയിരുന്നു. ഈ വർഷത്തെ കേരളത്തിൽ 7ാമത്തെ റാങ്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. 200ഓളം വരുന്ന കുറഞ്ഞ നമ്പറിൽ നിന്നാണ് JPC ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അതുമാത്രമല്ല, ആദ്യത്തെ റിസൾട്ടുകളിൽ കുറേ നമ്മുടെ കുട്ടികളുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ആദ്യത്തെ നല്ല നല്ല റാങ്കുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. കഴിഞ്ഞ വർഷം കേരളത്തിൽ ആദ്യത്തെ 55-നുള്ളിൽ തന്നെ 2 റാങ്കുകൾ, 20 റാങ്കും 55 റാങ്കും നമുക്ക് വന്നിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റിസൾട്ടുകളൊക്കെ മുന്നോട്ടേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നല്ല കുട്ടികൾ JPC തേടി വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറഞ്ഞ നമ്പറിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുന്നത് ആ കുട്ടികളുടെ എഫേർട്ടും ഒപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ടും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇനി മുന്നോട്ടേക്കുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഈ 30-ാം തീയതി തുടങ്ങുന്നു എന്ന് നമ്മൾ MCCയുടെ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. MCC ഓൾറെഡി ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് കേരള അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കേരളത്തിൽ ഓരോ കോളേജുകളിലും അവസാന റാങ്കുകളെ കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. MBBS കിട്ടാൻ ഇപ്പോൾ ഏകദേശം ഇത്രയും കാലം നമുക്കൊരു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുന്നേക്ക് നമ്മൾ സാധാരണ ഒരു 10% വെച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ ചിന്തിക്കാറ്. ഓൾ ഇന്ത്യയിൽ ഒരു 10,000 റാങ്ക് വന്നാൽ കേരളത്തിൽ ഒരു 1000 റാങ്ക് വരും എന്നൊക്കെ. അതിലേക്ക് മാറ്റങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് ഈ റിസൾട്ടോടുകൂടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ഈ മാർക്കിൽ എവിടെയൊക്കെ കിട്ടുമെന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കേരള അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഓപ്പണായിട്ട് ഞങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കുക. അതിൽ ഉത്തരം തന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകും. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഇനി മുന്നോട്ടേക്കുള്ള ആ ഒരു നമ്മുടെ യാത്രയിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കാര്യം ഉറപ്പിക്കണം. എവിടെയെങ്കിലും ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ചേർന്ന് പഠിക്കാൻ നോക്കണം. ഉറപ്പായിട്ട് നിങ്ങളിനി നല്ല മാർക്ക് കിട്ടിയിട്ട് ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, ഇങ്ങനെ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു നിങ്ങളൊരു ഫീസും അടയ്ക്കേണ്ട, നിങ്ങളിവിടെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. പ്ലീസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്തായാലും റാങ്കുകൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയായിരിക്കും എല്ലാവരും c.kerala.gov.in പറയുന്ന വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഏറ്റവും നല്ല റിസൾട്ട് ആവട്ടെ. ഓക്കെ മക്കളെ, ഓക്കെ കാണാം.